നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 11-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തില്ല, പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയിൽ നിലവിലുള്ള പാചകവാതക, അതായത് LPG, അതോടൊപ്പം തന്നെ ദ്രവീകൃത പ്രകൃതിവാതക LNG എന്നിവയുടെ ക്ഷാമം ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് ആശ്വാസ വാർത്തയുമായിട്ട് സർക്കാർ വൃത്തങ്ങൾ എത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും നോർവേയിൽ നിന്നുമുള്ള പുതിയ വിതരണ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയതും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദൂരെ കൂടുതലുണ്ടെങ്കിലും ഈ രാജ്യങ്ങളിൽ നിന്ന് ഗ്യാസ് ഇറക്കുമതി ചെയ്യുന്നത് ഇപ്പോൾ സാമ്പത്തികമായി ലാഭകരമാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. എന്നാൽ ഇത്തരം കപ്പലുകൾ ഇന്ത്യയിലെത്താൻ കൂടുതൽ സമയമെടുക്കും എന്നതിനാൽ തന്നെ ഈ ഇടവേളയിൽ രാജ്യത്തെ ചെറിയ തോതിലുള്ള ക്ഷാമം തുടരാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരുടെ വീടുകളിലേക്കുള്ള പാചകവാതക വിതരണം അത് സുഗമമാക്കുന്നതിനായിട്ട് വ്യവസായ മേഖലയേക്കാൾ വീടുകൾക്ക് മുൻഗണന നൽകാനായിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ ആഭ്യന്തര പാചകവാതക ഉൽപ്പാദനത്തിൽ 10% വർധന ഉണ്ടായിട്ടുണ്ട്. മാർച്ച് 5-ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകൾക്കും ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ലഭ്യമായ പ്രൊപ്പെയിൻ, അതോടൊപ്പം തന്നെ ബ്യൂട്ടൈൻ എന്നിവയെല്ലാം പാചകവാതക നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാനാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ഈ നടപടികൾ വരും ആഴ്ചകളിൽ വിപണിയിലെ പ്രതിസന്ധി പൂർണ്ണമായിട്ടും ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്കായിട്ട് ഇതാ ഒരു സന്തോഷ വാർത്ത വരികയാണ്. പദ്ധതിയുടെ 22-ാമത്തെ ഇൻസ്റ്റാൾമെന്റിന് വിതരണം ചെയ്യുന്ന തീയതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 13-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം എത്തുന്നതാണ്. പ്രധാനമന്ത്രിയുടെ അസം സന്ദർശന വേളയിലാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി തുക വിതരണവും നടക്കുന്നത്. കേരളത്തിലെ ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഈ ഘട്ടത്തിൽ ധനസഹായം ലഭിക്കുക. കഴിഞ്ഞ തവണ ആനുകൂല്യം ലഭിക്കാത്തവർക്ക് കുടിശ്ശിക ഉൾപ്പെടെ 4000 രൂപ വരെ ഈ പ്രാവശ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ലാൻഡ് സീഡിങ്, ഇലക്ട്രോണിക് KYC തുടങ്ങിയ നടപടികളെല്ലാം തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കേണ്ടതാണ്. ഇതുവരെ ഗുണഭോക്താക്കൾക്ക് 42,000 രൂപയാണ് മൊത്തത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 22-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൂടി എത്തുന്നതോടെ അത് 44,000 രൂപയായിട്ട് ഉയരും. അതിനാൽ തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ച് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. തുക കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുകയായിട്ട് ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്തേക്കാം. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി കണക്കിലെടുത്താൽ മാർച്ച് മാസത്തെ തുക ഒന്നുകിൽ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തേത് നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത. 2 മാസത്തെ പെൻഷൻ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുക. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അറിയാൻ സാധിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും മറ്റ് അറിയിപ്പുകളും നിലവിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും പെരുമാറ്റച്ചട്ടവും ഒക്കെ തന്നെ നിലവിൽ വരാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് മുൻകരുതൽ നടപടികൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട രേഖകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റംസാൻ പ്രമാണിച്ച് പ്രത്യേക ഭക്ഷ്യ കിറ്റുമായിട്ട് സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭക്ഷ്യ കിറ്റുകൾ അത് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. 1 കിലോ വീതം ശബരി, അപ്പം പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, അതോടൊപ്പം തന്നെ 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര 280 ഗ്രാം, ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ ലഭ്യമാകുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ചൊവ്വാഴ്ച മാർച്ച് 10-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 65 രൂപയും പവന് 520 രൂപയും കൂടി. ഗ്രാമിന് 14,885 രൂപയിലും പവന് 1,19,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.